ഡിജിറ്റൽ മീഡിയയിൽ ജനപക്ഷ ബദൽ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ ശില്പശാല ഒരുക്കുന്നു. ശനിയാഴ്ച നടക്കുന്ന ശില്പശാലയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ പ്രബീർ പുർക്കായസ്തയും മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു. പീപ്പിൾസ് മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡിജിറ്റൽ മീഡിയ ജനപക്ഷത്തിന്റെ ബദൽ സൃഷ്ടി എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ശില്പശാലയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ പ്രബീർ പുരകായസ്ഥ, മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഗവേഷകർ, പത്രപ്രവർത്തകർ, ലൈബ്രറി പ്രവർത്തകർ തുടങ്ങിയവർക്ക് ശില്പശാലയിൽ പങ്കെടുക്കാം. ശക്തമായ ജനകീയ ഇടപെടലിന് സാധ്യതയുള്ള ഇടമാണ് ഡിജിറ്റൽ മാധ്യമരംഗം. വ്യത്യസ്തങ്ങളായ സാധ്യതകളാണ് ഓൺലൈൻ മീഡിയ തുറന്നുവിടുന്നത്. എന്നാൽ സാമൂഹ്യവും ജനകീയവുമായ ഇടപെടലുകളുടെ അഭാവം ഈ മേഖലയെ സാധാരണക്കാർക്ക് അന്യമാക്കി തീർത്തിരിക്കുകയാണെന്നും സംഘാടകർ പറഞ്ഞു. 2 പ്രധാനികൾ ആ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് പ്രവീൺ പുരസ്കായ. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭരണകൂട ഭീകരതയ്ക്ക് എരിയായിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ജനപക്ഷ ബദൽ ഈ ഡിജിറ്റൽ മീഡിയ രംഗത്ത് എങ്ങനെ സാധ്യമാകും എന്നെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു ചർച്ചയ്ക്കും സംവാദത്തിനും ഇട നൽകുന്നതാണ് ഈ ശില്പശാല. ഇപ്പോൾ ശില്പശാലയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തോടും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്, രണ്ടാമതൊരു സെഷൻ തോമസ് ഐസക്കിൻ്റെ ഇതാണ്. അപ്പോൾ ഡോക്ടർ ഐസക്കോടും അതുപോലെ തന്നെ പ്രവീൺ പുരസ്കായോടും പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ രംഗത്തെക്കുറിച്ച് ഏതൊക്കെ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന്, ചർച്ച നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ഒരു ബദൽ ഈ ഡിജിറ്റൽ മീഡിയ രംഗത്ത് ഒരു ബദൽ എങ്ങനെ സാധ്യമാകും എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാവേദിയായി ഈ ശില്പശാലയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശക്തമായ ഒരു ജനകീയ ബദൽ ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ശില്പശാല മുന്നോട്ട് വയ്ക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ടി.കെ. ഗോവിന്ദൻ, പി.കെ. വിജയൻ, എം.കെ. മനോഹരൻ, മുകുന്ദൻ മഠത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.